ക്രൂശിൻ നിഴലിൽ നീറും ഒളിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും പാഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥാ. ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥാ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇന്നെനിക്ക് 2 കാര്യങ്ങളാണ് ദൈവാത്മാവെന്നെ ഓർമ്മിപ്പിച്ചത്. നമ്മൾ തളർന്ന് താഴോട്ട് പോകുന്ന നേരങ്ങളിൽ നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ ഒന്ന് താങ്ങുവാൻ ഒന്നും ഒരു കരവും കാണത്തില്ല. കണ്ടാലും അതിനൊന്നും ഒരു പ്രയോജനവും കാണത്തില്ല. നാം കർത്താവിൻ്റെ രൂപം, ആ ക്രൂശിതനായ യേശു ക്രിസ്തുവിൻ്റെ രൂപമാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ ആ രൂപത്തിലോട്ട്, ആ ഭാവത്തിലോട്ട് നാം ചേരുവാൻ ആ ക്രിസ്തുയേശുവിനെ ലാക്കിലാക്കി ഓടുകയാണെങ്കിൽ ഹല്ലേലൂയ, ആ ദൈവം തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. അത് ഉറപ്പാണ്. ചിലരൊക്കെ ചിന്തിക്കാറുണ്ടായിരിക്കും, യേശു ഉണ്ടായിരുന്നെങ്കിൽ, അല്ല എങ്കിൽ അഭിഷക്തന്മാരുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്ന്. തീർച്ചയായിട്ടും ദൈവഹിതം സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവഹിതം നടക്കുക തന്നെയും ചെയ്യും. യേശു ഉണ്ടായിരുന്ന ഒരു പടകിൽ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നിട്ടും, യേശു ഉണ്ടായിരുന്നിട്ടും ആ പടകിൽ കാറ്റടിച്ചില്ലേ? അപ്പോൾ എനിക്കിതിൽ 2 കാര്യമാണ് ചിന്തിക്കാനുള്ളത്. യേശു ഉണ്ടായിരുന്നു, ആ ഉണ്ടായിരുന്ന പടകിലും കാറ്റടിച്ചു. ശിഷ്യന്മാരുണ്ടായിരുന്നു, യേശു കർത്താവിനെ വളരെ അധികം അറിഞ്ഞ് അനുഭവിച്ചുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നിട്ടും കാറ്റിനൊരു ഭയവും ഉണ്ടായിരുന്നില്ല. കാറ്റിന് ഒരു ലിമിറ്റേഷനും ഇല്ലായിരുന്നു. അവിടെ പടകിൽ കാറ്റടിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ വളരെ സുഖമായിട്ട് ഉറങ്ങുന്നതായിട്ട് നാം കണ്ടു. ഹല്ലേലൂയ. അതാണ് അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാറ്റുകളുണ്ട്, കോളുകളുണ്ട്. നീ വെള്ളത്തിൻ്റെ, സമുദ്രത്തിൻ്റെ നടുക്കായിരിക്കും. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളൊക്കെ നിന്നെ വന്ന് ആഞ്ഞടിച്ചേക്കും. അപ്പോൾ രണ്ടാമത് എന്നെ ചിന്തിപ്പിച്ചതെന്ന് പറയുന്നത്, അവിടെ സഹായിപ്പാൻ വേറൊരു കരവും ഇല്ല. കാരണം ആ ശിഷ്യന്മാർ മൊത്തം അതേ പ്രോബ്ലത്തിലാണല്ലേ. അവിടെ വേറെ പടകും, ആ പടകിൻ്റെ കൂട്ടത്തിൽ ചെറുപടകുകളും ഉണ്ടായിരുന്നു എന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ചെറുപടകുകളിലുള്ളവർക്കും വളരെ ഭയവും ഭീതിയും ഉണ്ടായിട്ടുണ്ട്. കൂടെ ആർക്കും സഹായിക്കുവാൻ സാധിക്കത്തില്ല. കാരണം എല്ലാവരും ഒരേപോലെ ഇരുളിൻ്റെ, കാറ്റിൻ്റെ, കൊടുങ്കാറ്റിൻ്റെ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ എല്ലാവരും ഒരേപോലെ വലയുകയാണ്, ഭയനിക്കുകയാണ്. ശിഷ്യന്മാർ മൊത്തവും ഭയന്നു, പേടിച്ചു. ചെറുപടകിലുള്ളവരും അതിലും അപ്പുറമായിട്ട് ഭയന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ നാഥൻ, കർത്താവ് മാത്രം വളരെ ശാന്തമായിട്ട് ഉറങ്ങുന്നു. ശാന്തരൂപിയായ, സ്നേഹസ്വരൂപനായ നമ്മുടെ ക്രിസ്തു നമ്മുടെ പ്രതിസന്ധികളിൽ കൂടിയുണ്ട്, ശാന്തമായിട്ട് ഉറങ്ങുകയാണ് എന്ന് ചിന്തിക്കണ്ട. അവൻ ശാന്തമായിട്ട്, സമാധാനമായിട്ട് നമ്മുടെ കൂടെ വസിക്കുകയാണ്. കാരണം ഈ പടക് തകർന്നു പോയാലും ക്രിസ്തു യേശു കൂടെ ഉണ്ടെങ്കിൽ നിന്നെ തൊടുവാൻ, നിന്റെ ആത്മാവിനെ തൊടുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് ഉണ്ടായിരുന്ന കപ്പൽ കാറ്റും കോളും കൊണ്ട് അലഞ്ഞുലഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികൾ 27-14 കാണാം, ഈശാനമൂലൻ എന്ന വലിയൊരു കൊടുങ്കാറ്റ് ആ കപ്പലിനെ അടിച്ചു. അപ്പോൾ ഈ ഈശാനമൂലൻ എന്ന് പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, നമ്മളിപ്പോൾ പലപ്പോഴും നമ്മളെ വലിയ വലിയ കാറ്റുകളൊക്കെ ഉള്ളപ്പോൾ അതിനോരോ പേരുകളൊക്കെ കൊടുക്കാറില്ലേ ലോകം, കത്രീന എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളേ. അപ്പോൾ ആ സമയത്ത് മെഡിറ്ററേനിയൻ സീയിൽ പതിവായിട്ട് അടിക്കുന്ന, പ്രത്യേകിച്ച് ഓട്ടം ആൻഡ് വിന്റർ സീസണിൽ അടിക്കുന്ന ഒരു വലിയ സൈക്ലോണിക് കൊടുങ്കാറ്റ്, അല്ലെങ്കിൽ ഒരു ഹറിക്കെയിനൊക്കെ പോലത്തെ ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ പേരാണ് ഈശാനമൂലൻ എന്ന് പറയുന്നത്, യൂറോക്ലൈഡൻ.
എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ആ യൂറോക്ലൈഡൻ നമ്മുടെ ജീവിതത്തിൽ തകർത്തു കളയുവാൻ വരുന്ന കൊടുങ്കാറ്റ് ആർക്കുമുണ്ടാകും? അപ്പോസ്തോലനായ പൗലോസ് ക്രിസ്തുവേശുവിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് ക്രിസ്തുവേശുവിന് വേണ്ടി ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ വന്ന ആ സമയത്തും ആ പ്രതികൂലമായ ഈശാനമൂലൻ അപ്പോസ്തോലനായ പൗലോസ് ഉണ്ടായിരുന്ന ആ കടലിൽ അടിച്ചു. പൗലോസിനെ മാത്രമല്ല, കൂടെ 276 പേരുണ്ടായിരുന്നെന്ന് പറയുന്നു. അവരെല്ലാവരെയും അത് വളരെയധികം ബാധിച്ചു. അവിടെ 27-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, രക്ഷപ്പെടുവാനുള്ള എല്ലാ ആശയും അറ്റുപോയി. ഇന്ന് ആരെങ്കിലും രക്ഷപ്പെടാനായിട്ടുള്ള ആശയറ്റവരായിട്ട് നിന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ക്രിസ്തുയേശു നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുകയാണെങ്കിൽ, അപ്പോസ്തലന്മാരുടെ എല്ലാം ആശയറ്റുപോയി. ആ കടലിൽ യേശു കർത്താവ് ഉണ്ടായിരുന്നിട്ടും അവർ നിലവിളിച്ചു. എന്നാൽ ക്രിസ്തു അവരുടെ ഭാരമറിഞ്ഞ് ക്രിസ്തുവിനെ വിളിച്ചപ്പോൾ എഴുന്നേൽപ്പിച്ചു. മറ്റുള്ളവരെല്ലാം ഭാരത്തിലാണ്, ഭാരമില്ലാത്ത ഒരേ ഒരാൾ ക്രിസ്തുവാണ്. അപ്പോസ്തലനായ പൗലോസ് 276 പേരുള്ള കപ്പലിൽ വളരെ നാളുകളായിട്ട് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കാണാതെ പട്ടിണി കിടന്നു. അവർ 14 ദിവസത്തോളം പട്ടിണി കിടന്നു എന്ന് പറയുന്നുണ്ട്. വളരെ നാളുകളായിട്ട് കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇന്ന് ഒരു കൊടുങ്കാറ്റല്ല, ഒരു ദിവസമല്ല, ഒരു നേരമല്ല, പല ആവർത്തിയായിട്ട് നിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിലും നീ തകർന്നു പോകരുത്. അഭിഷേകമുണ്ടെങ്കിൽ ആ കൊടുങ്കാറ്റിനെ തകർത്തിട്ട് എല്ലാ പ്രതികൂലത്തെയും തകർത്ത് നിന്നെ നിർത്തുവാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ശക്തി തീർച്ചയായിട്ടുമുണ്ട്. അപ്പോസ്തലനായ പൗലോസിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് 28-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, ഭയപ്പെടരുത്. ധൈര്യത്തോടുകൂടി ഇരിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് 276 പേരെയും ഉപദേശിക്കുകയാണ്. ഇന്ന് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എനിക്കും ഉപദേശിക്കുവാനുള്ളത്, ധൈര്യത്തോടു കൂടി ഇരിക്കുക. ദൂതൻ അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞത് ധൈര്യമായിട്ടിരിക്കുക, ഭയപ്പെടരുത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ മറ്റുള്ളവർക്ക് ആ ഭയപ്പെടരുതെന്നുള്ള വാക്ക്, ധൈര്യത്തിൻ്റെ ആത്മാവിൻ്റെ വാക്കുകൾ അവർക്ക് കൊടുത്ത് ധൈര്യത്തോടു കൂടി ഇരിക്കുവാനും 14 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്നവരെ പലതും അവരെടുത്ത് കടലിൽ എറിഞ്ഞു കളഞ്ഞു ഭാരക്കൂടുതൽ കൊണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നിരിക്കും ബാക്കി. ആ ഭക്ഷണം കഴിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും അവരെ അപ്പം നുറുക്കി കർത്താവിനെ സ്തുതിക്കുകയും യഹോവയെ വാഴ്ത്തുകയും ചെയ്തു. നിന്റെ പ്രതിസന്ധിയിൽ യഹോവയെ സ്തുതിച്ച് വാഴ്ത്തിക്കൊണ്ടിരിക്കുക. പലപ്പോഴും അതിന് നമുക്ക് കഴിയാതെ പോയെന്നിരിക്കാം. നമ്മുടെ മാനസിക സ്ഥിതികളൊക്കെ അതിനെതിരായിരുന്നിരിക്കും. എപ്പോഴും നമുക്ക് ധൈര്യത്തോടു കൂടി ഇരിക്കുവാൻ പറ്റിയെന്നിരിക്കത്തില്ല. നമ്മൾ കണ്ണീരിലായിരിക്കും, നിലവിളിക്കുന്ന അനുഭവത്തിലൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നിന്റെ സമീപയുണ്ടെന്നുള്ളൊരു ബോധം, ഏതൊരവസ്ഥയിലും ആ കർത്താവിന് മാത്രമേ സഹായിക്കാനായിട്ട് പറ്റത്തുള്ളൂ. 12 ശിഷ്യന്മാരിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റിയില്ല. അപ്പോസ്തലനായ പൗലോസ് 276 പേരോടുകൂടി ശതാധിപനുണ്ട്, അവിടെ പടയാളികളുണ്ട്. അവർക്ക് ആർക്കും സ്വന്തം പോലും രക്ഷപ്പെടുവാൻ സാധിക്കാതെ ഇരിക്കുന്ന സമയത്ത് ആരാരെ സഹായിക്കും? എന്നാൽ എല്ലാ പ്രതിസന്ധി സമയത്തും ധൈര്യം പകരുവാനായിട്ട് ദൈവം തൻ്റെ ഒരു ദൂതനെ അയക്കും. നീ ഭയപ്പെട്ടു പോകേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, അതുകൊണ്ട് ഇതൊന്നും നിന്നെ ഏൽക്കുകയില്ല. എൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി, എന്നെ പ്രസംഗിക്കുവാൻ വേണ്ടി, എൻ്റെ നാമം ഭൂമിയിലൊക്കെയും അറിയിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ ധൈര്യത്തോടുകൂടി ഇരുത്തും എന്ന് ദൂതൻ പറയുകയാണ്. ഇന്ന് ആ വചനങ്ങൾ ഈ ഭൂലോകം മൊത്തവും നിറഞ്ഞു കേൾക്കുകയാണ്. ഏതു പ്രതിസന്ധിയിലും ധൈര്യം കൊടുക്കുന്ന ഒരു ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സന്ദർശിക്കും തീർച്ചയായിട്ടും. 276 പേർക്കും കിട്ടാത്തതായ ഒരു ധൈര്യവും സന്തോഷവും സമാധാനവും ദൂതൻ വന്ന അഭിഷേകമുള്ളവനിലാണ് കൊടുത്തത്. ദൈവത്തെ വിളിക്കുന്നവൻ്റെ, ദൈവം സന്ദർശിച്ചവൻ്റെ അടുത്തേക്കാണ് ദൈവം തൻ്റെ ദൂതനെ അയച്ചത്. അത് പൗലോസിന് വേണ്ടി മാത്രമായിരുന്നില്ല, 276 പേർക്കും വേണ്ടി കൂടിയായിരുന്നു. അവിടെ നമുക്ക് കാണാൻ സാധിക്കും പൗലോസിന് പല ഫേവറുകളും ലഭിച്ചു. പടയാളികൾ എല്ലാവരെയും കൊന്നുകളയാമെന്നൊക്കെ തീരുമാനിച്ചതാണ്. ഇവരെല്ലാം നീന്തി രക്ഷപ്പെട്ടാൽ അവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ, നിയമങ്ങൾ അവർക്കെതിരാകുമല്ലോ. എന്നാൽ നിയമങ്ങൾക്കപ്പുറമായിട്ട് സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ നിയമം, സ്നേഹത്തിൻ്റെ നിയമം, ഹല്ലേലൂയ, അത് നിന്റെ കൂടെ സന്ദർശിക്കും. ലോകത്തിലെ എല്ലാ നിയമങ്ങളും പ്രതികൂലമായാലും പ്രതികൂലമല്ലാത്ത സ്നേഹത്തിൻ്റെ ക്രിസ്തുയേശുവിൻ്റെ ക്രൂശിലെ നിയമമുണ്ടല്ലോ,
അത് ഏതൊരവസ്ഥയിലും ലോകത്തിലെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കൂടെ നിൽക്കും. ഞാൻ തന്നെ അതിന് സാക്ഷിയാണ്. പലപ്പോഴും ഞാൻ തളർന്നു പോയിട്ടുണ്ട്, വേദനപ്പെട്ടിട്ടുണ്ട്, മുറിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ കുറച്ച് നിമിഷത്തേക്കേ ഉള്ളായിരുന്നു. ഇപ്പോഴും നല്ല സുഖമില്ലാതെ ഇരിക്കുകയാണ്. ചർച്ചിലൊക്കെ പോകാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടാവുമല്ലോ, ഇൻഫെക്ഷനൊക്കെ പിടിക്കുമോ എന്നുള്ള അവർക്കുള്ള ഭയമുണ്ടാകല്ലോ എന്ന് വിചാരിച്ച്. എന്നാൽ എവിടെയായിരുന്നാലും നമ്മൾ ആയിരിക്കുന്നിടത്ത് ക്രിസ്തുവിനെ ഉയർത്തുവാൻ, നമ്മുടെ ഓരോ മൊമെൻറ്റും ക്രിസ്തുവേശുവിന് ദാനമായി കൊടുക്കുവാൻ തക്കവണ്ണം നാം ജോലി ചെയ്യുന്ന മേഖലകളിലായാലും തനിയെ ആയാലും വീട്ടിലായാലും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായിട്ട് തീരുവാൻ നാം ആഗ്രഹിച്ചാൽ ദൂതൻ തീർച്ചയായിട്ടും ഇറങ്ങി നമ്മളെ ധൈര്യപ്പെടുത്തും. ഏലിയാവിന് അടയുമായിട്ട് വെള്ളവുമായിട്ട് വന്ന ഒരു ദൈവം, നാം തളർന്നു പോകുന്ന, നാം ദുഃഖിക്കുന്ന വേളകളിലൊക്കെയും കർത്താവായ ദൈവം നീതിമാനാണ്. നമ്മളെക്കൊണ്ട് ചെയ്യിക്കേണ്ടതൊക്കെയും ദൈവം ചെയ്തെടുക്കും. കപ്പലിന് മാത്രമേ അവിടെ ബുദ്ധിമുട്ടുണ്ടായുള്ളൂ, തകർന്നു പോയുള്ളൂ. എന്നാൽ ആ 276 പേരും രക്ഷപ്പെട്ടു എന്ന് 44 വാക്യത്തിൽ പറയുന്നു. എല്ലാവരും രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഒന്നിനു പോലും, ഒരു രോമത്തിന് പോലും കേടുപറ്റിയില്ല. നാളുകളായിട്ട് നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ കയ്യിൽ കൊടുക്കുക. ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും. നീ എന്ത് ചെയ്യണമെന്നും നീ എങ്ങനെ ആയിരിക്കണമെന്നും ദൈവം എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നും പറയുവാൻ തക്കവണ്ണം, അറിയിക്കുവാൻ തക്കവണ്ണം ദൂതൻ തീർച്ചയായിട്ടും ഇറങ്ങും. നിന്നെ അലട്ടിക്കളയത്തില്ല. നീ താമസിക്കുന്നത് എന്തേ, ഇത്രയും നാൾ താമസിക്കുന്നത് എന്തേ എന്നൊന്ന് ചിന്തിക്കേണ്ട. ദൈവം തക്ക സമയത്ത് പ്രതിസന്ധിയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം, സ്നേഹത്തിൻ്റെ നിയമം നിന്നോട് കൂടെയിരിക്കും. മറ്റാർക്കും തകർക്കുവാൻ കഴിയാത്തതായ, ലോകത്തിലെ ഒന്നിനും തകർക്കുവാൻ കഴിയാത്തതായ, ലോകത്തിലെ ഒന്നിനും കൊടുക്കുവാൻ കഴിയാത്തതായ ഒരു സ്നേഹം നിന്റെ കൂടെയിരിക്കും. അതിനാൽ കുഞ്ഞ്, നീ ഇന്ന് തളർന്നു പോകണ്ട. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ, എന്നെ കേൾക്കുന്ന പ്രതിസന്ധിയിലായിരിക്കുന്ന, നാളുകളായിട്ട് ഈശാന മൂലൻ ജീവിതത്തിൽ അടിച്ചുകൊണ്ടേയിരിക്കുന്ന, വൺ ആഫ്റ്റർ അനദർ അടിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രതിസന്ധിക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ, ആ ഈശാന നൂലനെ യേശു കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിൽ, ആ രക്തത്തിൽ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ, വൻ കൃപ, വൻ പ്രവർത്തനം, വൻ ഡിസയേഴ്സിൽ കർത്താവെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം, അത് എത്രയും വേഗം കൃപയായിട്ട് ഇറങ്ങി വരുവാൻ തക്കവണ്ണം, മാരിയായി മഞ്ഞായിട്ട് ദൈവസ്നേഹം ഈ ഓരോ മക്കളുടെ മേലും പ്രതിഫലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ സ്നേഹത്തിൻ്റെ ചുരുൾ ഇപ്പോൾ അഴിഞ്ഞിട്ട് കർത്താവെ, ആ സ്നേഹം, ആ ചുരുളിൽ നിന്ന് ഓരോ തുള്ളിയായിട്ട്, ഓരോ തുള്ളിയായിട്ടുള്ള ആ സ്നേഹം, മാറ്റമില്ലാത്തതായ ആ സ്നേഹം ഇന്ന് എന്നിന്മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും, ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവായ യേശു ക്രിസ്തു സ്നേഹമായിട്ട്, അഗ്നിയായിട്ട് ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless you all. Thank you.